ഒരു ഓട്ടം പോയതാണേ. അങ്ങോട്ട് പോകുമ്പോ കുറെ പിള്ളേര് മാങ്ങ വിൽപ്പന ഉണ്ടായിരുന്നു. ചൂടത്ത് നിന്നിട്ടേ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു വരുമ്പോ സാധനം അങ്ങോട്ട് പോയപ്പോ സാധനം ഉള്ളതുകൊണ്ട് നിർത്താൻ പറ്റിയില്ല. തിരിച്ച് അങ്ങോട്ട് പോകുമ്പോ അവരുണ്ട്, നമുക്ക് എന്തായാലും കുറച്ച് മേടിച്ചിട്ട് പോകും. പിള്ളേരല്ലേ, അല്ല നമുക്ക് നോക്കാം അവരിവിടെ ഉണ്ടോ നോക്കാം. അവര് വന്നിട്ടുണ്ട്. മാങ്ങ വേണം, തേൻ മാങ്ങ എന്നാ പറഞ്ഞ, നോക്കിയേക്കാം. വരുന്നുണ്ട്. എത്ര 50? 50 നഷ്ടല്ലടാ. 20 1 കിലോ കാണുമോ? 1 കിലോ ഒന്നും ഉണ്ടാവില്ലടാ. നിന്റെ പേരെന്നാ? ഇഷാൻ. എത്ര എടുക്കണേ? നിങ്ങൾ ഈ വെയിലത്ത് നിൽക്കുമ്പോ ഇതാവില്ലേ? നിങ്ങളുടെ വീടാടെയാ? എടാ 50 രൂപ പറയുന്നടാ. എന്നാടാ നീ പുറത്തിട്ടോ. ഇവനാള് ഉഷാറാന്നല്ലോ. ഇങ്ങോട്ടോ. നിന്റെ പേരെന്നാ? ഇഷാൻ. ഇങ്ങോട്ടോ. ഇഷാൻ ഇങ്ങോട്ടോ. പൈസ ആണെങ്കിൽ വന്നോ ഇഷാനാ? ഓടിയാ. എത്രയാണ് പറ? ഒന്നും കൂടി എടുത്ത് എത്രക്ക് വരും? എന്നിട്ടോ ഇതിന് 50 രൂപ വരും പറയാം. നഷ്ടല്ലേ ചങ്ങായി വരെ? വേം പറ. അപ്പൊ 200 ആയില്ലേ? ഏതാണ്? അതാ കേട്ടാ. ഇതോ? ഇതിലെത്ര ഉണ്ട്? 15 അതിൽ 20 എണ്ണം. ഓ 20 എന്ന് പറഞ്ഞ ഇഷാൻ. അതിന് ബുദ്ധിയില്ലേ? നിങ്ങക്ക് വിൽക്കാനുള്ള ലൈസൻസ് ഒന്നുണ്ടടാ? ഇത് വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ടാ? അപ്പൊ ലൈസൻസ് ഇല്ലാണ്ട് ഏത് സാധനം വിൽക്കാൻ കഴിയാ? നല്ല വെയിലുണ്ടല്ലേ? എന്നാ ഒരെണ്ണം കൂടി എടുക്ക്. ഇനി എത്ര ഉണ്ട്? ഇതെല്ലാം ഇടാ. ഇത് മൊത്തം തന്നാ ചളിയായി. അതെയാ? രാവിലെ മേടിച്ചൊന്നായിരിക്കൂല്ല. രാവിലെയും മേടിച്ചു. അപ്പൊ തീർന്നില്ലേ? അപ്പൊ 100 രൂപ. ഇന്ന് ഒരിടത്ത് നീ തിന്നു കാണിച്ചാ ചിലപ്പോ വാവലും കയറ്റം കടിച്ചു വന്നെങ്കിലോ? സാമ്പിൾ ഉണ്ടോ? നീ ഒരിടത്ത് തിന്നെ നോക്കട്ടെ. നിനക്ക് ആഗ്രഹമില്ലേ തിന്നണമെന്ന്? പിന്നെന്താ നീ തിന്നാണ്ട് വെക്കുന്നു? അതെയാ? മുട്ടായി തിന്നാണ് ഇഷ്ടം? ഇപ്പൊ തിന്നത് കാണിക്കുന്നു. നിന്റെ പേരെന്നാ? അനുഗ്രഹ്. ഞാൻ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഞാൻ കണ്ടിരി. അത് ഞാൻ തിരിച്ചു വരുമ്പോ വീഡിയോ എല്ലാം ഓണാക്കി പിടിച്ച് നിങ്ങളെ കിട്ടാൻ വേണ്ടിട്ട്. ഇവൻ ആരെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ 100 രൂപ വേണോ അല്ലേ? അപ്പൊ 100 രൂപ എല്ലാം ഓക്കെ അല്ലേ? പിള്ളേര് പൊളിയാട്ടാ. ഇഷാൻ, അനുഗ്രഹ്, ഫൈസല്, പിന്നെ വേറെ ഒരു ചെക്കന്റെ പേരും പറഞ്ഞു. അത് മറന്നുപോയി. അത് നട്ടപ്പൊരുന്ന വെയിലത്ത് മാങ്ങാ കച്ചവടം. തേൻമാങ്ങ എന്നാ പറഞ്ഞ. അവര് രാവിലെ 7 മണിക്ക് പോയിട്ട് പൊറക്കിയതാവൻ. ഞാൻ കുറെ ബാർഗെയിനൊക്കെ ചെയ്തു. എന്നാലും വെറുതെ ചെയ്താട്ടാ. കാശ് കമ്മിയായി കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല, അവന്റെ ഒരു സ്പിരിറ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട്, കച്ചവടത്തിന്റെ ബിസിനസിന്റെ സ്പിരിറ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചെയ്താ. അവര് പറഞ്ഞു 1 20 ഒരുത്തം പറഞ്ഞ് 15 ആദ്യം തന്നെ ഇസാൻ പറഞ്ഞ് 20 ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും നോക്കാം എത്ര ഉണ്ടെന്ന്. പക്ഷെ നല്ല മാങ്ങയല്ലേ? നമുക്ക് 1 കിലോ മാങ്ങ കാർബൺ ഇട്ട് പഠിപ്പിച്ച് മാങ്ങയിൽ 60 രൂപ കൊടുക്കണം. ഇനി ഏതായാലും പിള്ളേരിന് ഇങ്ങനത്തെ കുറെ കച്ചവടങ്ങൾ കാണാം സ്കൂൾ കൂട്ടിയതുകൊണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അവരെ. ഞാൻ അവരോട് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് ലൈസൻസ് ഉണ്ടെന്ന്. എല്ലാം വെറുതെ ഒരു തമാശക്ക് ചോദിക്കുന്നതാണ്. നമ്മള് കൂട്ടുകാരന്മാരൊന്നും അത് കാര്യമായിട്ട് എടുത്ത് പൊങ്കാലയിടാൻ നിൽക്കരുത്. ഓക്കെ, ഏതായാലും ഒരെണ്ണം നമ്മളും തിന്നു നോക്കാം. സൂപ്പർ മാങ്ങാട്ടാ. സൂപ്പറാ, അടിപൊളി. ഒരു നഷ്ടമില്ല കേട്ടാ. ഇത് നേരെ കൊണ്ടുപോയി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കൊടുക്കാം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ. ഇത് കൊടുക്കണ താമസമുള്ളൂ, തീരുവേ. ഇത് മിക്കവാറും നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന് എത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇതന്നെ ഞാൻ 4ാമത്തെ തിന്നുന്ന കേട്ടോ. മാറണ ടേസ്റ്റ്. ഇത്രേ ഉള്ളു സാധനം. എല്ലാം ചറവറ ഒച്ച കേൾക്കുന്നുണ്ട്. നോക്കാം, അവിടെ തന്നെ ഉണ്ടാവും തോന്നുന്നു.
ഇത് എന്താണ് നീ എല്ലാരും ഈ സാധനം വൃത്തിക്ക് കഴുകിയിട്ട് വേണം കഴിക്കാൻ. ഇതന്നെ നീ അംഗൻവാടി തുടങ്ങുന്നുണ്ടോ ഇവിടെ? അതോ സ്കൂൾ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? ഓ നിന്റെ കെട്ടിയനെ സമ്മതിക്കണം. അതെടുത്ത് കഴുകി കൊടുത്തേ, എല്ലാ എണ്ണത്തിനും കഴുകി കൊടുത്തേ. വേണ്ടേ? ഞാൻ തിന്നട്ടെ. ഇല്ല ഓട്ടക്ക് കുഴപ്പമൊന്നുമില്ല.